Hello friends, welcome back to Marian's Kitchen. എല്ലാവർക്കും സുഖാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് സൺഡേ സ്പെഷ്യൽ ആയിട്ട് നല്ലൊരു ചിക്കൻ ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത്. നല്ല മസാലയെല്ലാം പുരട്ടി ചിക്കൻ ദമ്മിട്ട് അതിന്റെ മുകളിൽ ചോറിട്ട് അങ്ങനെ ദമ്മിട്ട് വെച്ചിരിക്കുന്ന നല്ല കിടിലൻ ചിക്കൻ ബിരിയാണി. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ബിരിയാണി എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിന്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ക്രഷ് ഐറ്റംസ് റെഡിയാക്കണം. ഒരു 2 കുട വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതാക്കി നുറുക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നുറുക്കിയിട്ട് വേണം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ ഈ ലാസ്റ്റത്തെ തൊപ്പി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, അതങ്ങ് നീക്കി കളയാം. എന്നിട്ട് മുളകെല്ലാം ചെറുതായിട്ടൊന്ന് നുറുക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടിഞ്ഞ് കിട്ടും കേട്ടോ. ഇതിനകത്തോട്ട് നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടി വേപ്പിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു ഇച്ചിരിക്കോളം വെള്ളം ചേർത്ത് അടിച്ച് കഴിഞ്ഞ് നല്ല പേസ്റ്റ് രൂപത്തിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഞാനിവിടെ ക്രഷ് ആക്കിയിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞോണ്ടേ ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരുപാട് പേസ്റ്റ് ഒന്നും ആക്കി കൊടുത്തിട്ടില്ല കേട്ടോ, ഈ ഒരു പരുവാണ്. അപ്പോൾ നമുക്കിനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഇത് 2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയാണ്, ഇത് വീട്ടിലുണ്ടാക്കിയതാണ്. അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാലയാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ക്രഷ്ഡ് ഐറ്റംസ് ഉണ്ടല്ലോ, അതൊരു ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ നല്ല കളറ് കിട്ടും കേട്ടോ. പിന്നെ ലെമൺ ജ്യൂസ് വേണം, അത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലെമൺ ഉണ്ടല്ലോ അതൊന്ന് പിഴിഞ്ഞെടുത്താലും മതി. അത്രത്തോളം ലെമൺ ജ്യൂസും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇത് മാരിനേറ്റ് ചെയ്യണം. സ്പൂൺ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ചിക്കൻ പീസസിലൊന്നും ഈ ഒരു മുളക് പൊടിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് ഒന്നിൻ്റെ ടേസ്റ്റ് പിടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം ചിക്കൻ വറുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയെടുക്കുക. ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മസാല പുരട്ടി വെച്ച ചിക്കൻ പീസസ് നമുക്ക് ഈ ഒരു ഓയിലിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ല തിളച്ച ഓയിലായ കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ തീ ഒന്ന് സിമ്മിലിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ എടുത്ത് വച്ചിരിക്കുന്ന എല്ലാ ചിക്കൻ പീസസും ഇതേപോലെ തന്നെ വറുത്ത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിതിന് ഒരു ബിരിയാണി മസാല വേണം. ആ ഒരു മസാല നമുക്ക് റെഡിയാക്കിയാലോ. അപ്പോൾ ഞാനിവിടെ സാജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1 ടേബിൾ സ്പൂൺ സാജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബിരിയാണി ജീരകം കേട്ടോ. പിന്നെ നമ്മുടെ പെരിഞ്ജീരകം ഒരു 1 ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് കറുവപ്പട്ട. ഇത് ഒരുപാട് ഇങ്ങനെ കനമുള്ള കറുവപ്പട്ടയല്ല, ചെറിയ കറുവപ്പട്ടയാണ്. അപ്പോൾ നമുക്കത് പെട്ടെന്നൊന്ന് അടിഞ്ഞു കിട്ടാനായിട്ട് എളുപ്പമാണ്. മറ്റേതാകുമ്പോൾ നമ്മളൊന്ന് പൊടിച്ചിടേണ്ടി വരും. പിന്നെ കുറച്ച് ഏലക്കായ ചേർത്ത് കൊടുക്കുക, ഒരു 2-3 സ്റ്റാർ ചേർത്ത് കൊടുക്കുക, തക്കോലം. പിന്നെ ഒരു ജാതിപത്രി, കുറച്ച് കരയാമ്പൂ ചേർത്ത് കൊടുക്കുക, ഒരു 5-6 കരയാമ്പൂ മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മസാലയായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഗ്രേവി റെഡിയാക്കാം. ഗ്രേവി റെഡിയാക്കാനായിട്ട് ഞാനിവിടുത്തെ ഇരിക്കുന്ന ഓയിൽ നമ്മൾ ചിക്കൻ വറുത്തല്ലോ ആ സെയിം ഓയിലാണ് നമ്മൾ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ ആ സത്ത് മുഴുവൻ ആ ഓയിലിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ എക്സ്ട്രാ ഓയിലും നമ്മൾ ചേർക്കേണ്ട. പിന്നെ ഈ ഓയിലിൽ ബിരിയാണി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 6 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു 6 സവാളയാണ്. അത് ചെറുതായിട്ട് നുറുക്കിയതാണ്. അത് 2 കിലോ ചിക്കൻ്റെ കണക്കിലാണ് കേട്ടോ ഞാൻ ഈ 6 സവാള എടുത്തിരിക്കുന്നത്. നിങ്ങൾ കുറച്ചെടുക്കുന്നുണ്ടെങ്കിൽ സവാള കുറച്ചെടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ചിക്കനിലെ ഓയിലിൽ ഞാൻ പറഞ്ഞാൽ എല്ലാ സത്ത് ഉണ്ടായിരിക്കും, നമ്മൾ ചിക്കനിൽ ചേർത്തിരിക്കുന്ന എല്ലാ മസാല ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറാണ് നമ്മൾ സവാള വഴറ്റുമ്പോൾ അതിനകത്ത് വരുന്നത്. ഇത് ഒരു ലൈറ്റ് കളറൊന്ന് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനിവിടെ നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് നല്ല റെഡ് കളർ കിട്ടുന്നത്. അതേപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ അലിഞ്ഞു കിട്ടാനും ഈ ഒരു നല്ല പഴുത്ത തക്കാളി നമ്മളെ സഹായിക്കും. അപ്പോൾ എപ്പോഴും തക്കാളി എടുക്കുമ്പോൾ നല്ല പുളിയില്ലാത്ത നല്ല പഴുത്ത തക്കാളി വേണം നിങ്ങൾ മസാല ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട്. ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കുമ്പോഴേക്കും ഇതിനകത്തുനിന്ന് ആ സവാളേൻ്റെയും തക്കാളിൻ്റെയും വെള്ളം എല്ലാം വന്ന് ഇത് കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അത് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. ആ വെള്ളമാണ് ഞാനിപ്പോൾ ബിരിയാണി വെക്കാനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മസാല ഒരു അടുപ്പത്ത് വെക്കുക, ഒരു അടുപ്പത്ത് നമുക്ക് ബിരിയാണി റെഡിയാക്കാം.
ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒഴിക്കുന്ന ഈ പാത്രത്തിനകത്തോട്ട് നമ്മൾ നേരിട്ട് അളന്ന് വെച്ചിരിക്കുന്ന ഒഴിച്ചു കൊടുക്കുകയാണ് ആദ്യം ചെയ്ത്. പിന്നെ കുറച്ച് കറുവാപ്പട്ട, ഒരു 2-3 ജാതിപത്രി, കുറച്ച് കരയാമ്പൂ, ഒരു 10 കരയാമ്പൂ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറുവാപ്പട്ട, ഒരു 5-6 കറുവാപ്പട്ട, ഇച്ചിരി കനമുള്ള കറുവാപ്പട്ടയാണ്. പിന്നെ ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഇത് ഒരു സാധാരണ മസാല വാങ്ങിക്കുമ്പോൾ അതിനകത്ത് വരുന്ന മുളകാണ്. നിങ്ങൾക്ക് ബിരിയാണിക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഏലക്കായ നമുക്ക് കുറച്ച് അധികം ചേർക്കുന്നുണ്ട്, കാരണം ബിരിയാണിക്ക് സ്മെല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏലക്കായ കുറച്ച് അധികം വേണം കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് പെപ്പർ കോൺസ്, അതായത് കുരുമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം, കൂടി പോകാണ്ടിരുന്നാൽ മതി. ഇനി ഇതിനകത്തോട്ട് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നെയ്യാണ്. ഞാനിവിടെ 6 kg നെയ്യാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് അതാണ് ഇഷ്ടം, അല്ലെങ്കിൽ നമ്പീശൻ നെയ്യ്, ഇതിലേതെങ്കിലും ഒന്നാണ് ഞാൻ ബിരിയാണി വെക്കാൻ എടുക്കുക. ഇത് 3 ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് തീ ഇരിക്കുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതേപോലെ നന്നായി വെട്ടി തിളയ്ക്കാൻ തുടങ്ങും. ഇപ്പോൾ കളറെല്ലാം മാറിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ, അത് നെയ്യ് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്ന കാരണം ഈ ഒരു യെല്ലോ കളർ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരി നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, കാരണം നമ്മുടെ ആ ഒരു മസാലയെല്ലാം അരിയിലും പിടിക്കണ്ടേ. വെള്ളത്തിൽ ഓൾറെഡി പിടിച്ചിട്ടുണ്ട്, അതിനായിട്ട് നമ്മൾ വെട്ടി തിളപ്പിച്ച വെള്ളം. അപ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഞാൻ എങ്ങനെയാണ് അരി വേവിക്കുക എന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കും, ലോ ഫ്ലെയിമിലാക്കത്തില്ല. ഇതെല്ലാം വെന്ത് ആ ഒരു അരിയുടെ ലെവലിൽ കറക്റ്റ് വെള്ളമായി കഴിഞ്ഞാൽ, ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ബബിൾസ് എല്ലാം നന്നായിട്ട് കുറഞ്ഞു വരും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഇനി ഒരു പാത്രം വെച്ചിട്ട് ഇതങ്ങ് മൂടിക്കൊടുക്കും. ഏകദേശം ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കും, ഇളക്കെ തുറക്കെ ഒന്നും ചെയ്യത്തില്ല. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് പക്ക കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് ബിരിയാണീൻ്റെ ചോറ് റെഡിയാക്കി എടുക്കല്. അപ്പോൾ നമുക്ക് അപ്പുറത്ത് വെച്ചിരിക്കുന്ന ഗ്രേവി നോക്കണ്ടേ. അപ്പോൾ ഗ്രേവി നന്നായിട്ട് കൈ വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളം എല്ലാം മൂറി ആ ഒരു വെള്ളത്തിൽ സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് അളിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഇത് കിട്ടാനായിട്ട്, അപ്പോഴാണ് ഗ്രേവി കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇതിനകത്തോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നേരത്തെ ഞാൻ ക്രഷ് ചെയ്തെടുത്താണ്, അതെല്ലാം ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ വേറെ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തതാണ്. അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാടൊന്നും വഴറ്റി ഒരുപാടൊന്നും വരണ്ട, അതിൻ്റെ സ്മെല്ലൊന്ന് മാറി കിട്ടിയാൽ മതി. അതേസമയം 5 മിനിറ്റ് ആയിട്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഒരു സ്പൂൺ എങ്ങാനും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുകൾ ഭാഗം ഒന്ന് കാണിച്ചു തരാം. ഒന്ന് മുട്ടി പിടിക്കേ കട്ട കുത്തേ ഒന്നും ചെയ്തിട്ടില്ല, കറക്റ്റ് ലെവലായിട്ടാണ് ഇത് വെന്ത് വന്നിരിക്കുന്നത്. ഇത് ഞാൻ കൂടുതൽ ഇളക്കി മിക്സ് ചെയ്യുന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തത് നന്നായിട്ട് ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ പച്ചമുളകൊന്നും ചേർക്കണ്ട കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഞാൻ വേപ്പിലും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് വഴറ്റിയൊന്നും വരണ്ട. അതായി വന്നു കഴിഞ്ഞാൽ ഇതേണ്ട ഇപ്പോൾ കറക്റ്റായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയ കാരണം കറക്റ്റായിട്ട് അത് വന്ന് വിട്ട് പോരുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം മസാല റെഡിയാക്കി എടുക്കാനായിട്ട്. നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മുടെ ബിരിയാണി മസാല നമ്മൾ റെഡിയാക്കി വെച്ചത് അതൊരു 3 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണി മസാല നിങ്ങളിനി പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട, ഈ ഒരു രീതിയിൽ ബിരിയാണി മസാല വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്താൽ മതി. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മസാലയായിട്ട് നമ്മൾ ചേർത്തിരിക്കുന്ന ബിരിയാണി മസാല നന്നായിട്ട് പിടിക്കും. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. പിന്നെ അതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ വറുത്ത ഓലായ കാരണം ഓൾറെഡി അതിനകത്ത് ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കും, എങ്കിലും നിങ്ങൾക്ക് മസാലയിൽ ഉപ്പ് കുറവ് വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് 1 കപ്പ് നല്ല പുളിയില്ലാത്ത കട്ട തൈരായിരുന്നു, അത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ്. അത് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്തത് വേണം ചേർക്കാനായിട്ട് കേട്ടോ. പുളി ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ തക്കാളി എടുക്കുന്നത് പഴുത്തല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങ് പുളിയായി പോവും. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കണ്ട കേട്ടോ. പിന്നെ അതിനകത്തോട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ തീ വളരെ ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് ഇല്ലെങ്കിൽ ചേർക്കേണ്ട ഞാൻ പറഞ്ഞു, പക്ഷേ തൈര് ചേർക്കുന്നതാണ് ഈ ഒരു ബിരിയാണി മസാലേൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളം ഒരുപാട് ഒഴിക്കാൻ പാടില്ല കേട്ടോ.
അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് എല്ലാം ഈ മസാലയ്ക്കകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം മസാലയ്ക്കകത്ത് ആയി കഴിഞ്ഞാൽ ഈ ചിക്കൻ പീസസിൽ പിടിക്കില്ല. പിന്നെ നമ്മൾ ബിരിയാണി ദം ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് ഗ്രേവി എല്ലാം താഴ്ത്തോട്ടങ്ങ് ഒലിഞ്ഞു പോവും. ആ ഒരു കറക്റ്റ് ലെവൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഓരോ ചിക്കൻ പീസസുമേ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മസാല ഗ്രേവി നന്നായിട്ട് പിടിക്കണം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതങ്ങ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ദമ്മിടാം. 2 കാര്യം നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ദമ്മിടാനായിട്ട് ഒരു പാത്രം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ തീ അങ്ങ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് ഞാനിവിടെ ചോറാണ് ചേർക്കുന്നത്. ഈ ഒരു പാത്രം ഇച്ചിരി വലിപ്പമുണ്ടെന്നുള്ളൂ, ഹൈറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരൊറ്റ ലെയർ മാത്രമായിട്ടാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ പാത്രത്തിനനുസരിച്ച് നിങ്ങൾക്ക് 2 3 ലെയറായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ലെയർ മുഴുവൻ ഞാനിവിടെ ബിരിയാണി ചോറ് വെച്ചിട്ട് നിറയ്ക്കുകയാണ്. ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ബിരിയാണി ചോറ് നിറച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ മസാല ഗ്രേവി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഗ്രേവി എന്ന് പറഞ്ഞാലും ഒരുപാട് ഇല്ല കേട്ടോ. ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ കറക്റ്റ് ആ ചിക്കൻ മോടെയാണ് ആ ഒരു ഗ്രേവി പോരുന്ന ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടതും. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രേവി മുഴുവൻ അങ്ങ് ലൂസായി പോവും. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ്, റൈസിൻസ്, പിന്നെ സവാള വറുത്തതുണ്ട്, അതും കൂടി 3 മിക്സ് ചെയ്തതാണ്. അതങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഞാനിവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിൻ്റെ മുകളിലോട്ട് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ആസ് യൂഷ്വൽ നമ്മൾ ലെയറായിട്ട് ചോറ് ഇടാണ്. ചോറ് ഞാനിപ്പോൾ കറക്റ്റ് ലെവലായിട്ട് ഇടാൻ പോവാണ്. കാരണം ഞാൻ പറഞ്ഞോണം എനിക്ക് വേറൊരു ലെയറായിട്ട് നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് പാത്രം നിറയെ ഞാനിപ്പോൾ ചോറ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നോണം കാഷ്യൂ നട്ട്സ്, റൈസിൻസ്, സവാള വറുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മുകളിൽ വിതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അതും കൂടി വിതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി മസാല പൗഡർ ഉണ്ടല്ലോ, അതൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കുറച്ച് കൈകൊണ്ട് തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക, സ്പൂൺ വെച്ച് ചെയ്യേണ്ട. അപ്പോൾ ഇത്രത്തോളം ഉള്ളൂ നമ്മുടെ ഈ ഒരു പ്രോസസ്സ്. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് തീ കിടക്കുന്നത്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് ഓഫ് ചെയ്തിടുക. എന്നിട്ട് നമുക്കിത് ബിരിയാണി പൊട്ടിക്കുന്ന സമയത്തുണ്ടല്ലോ, അതായത് വിളമ്പുന്ന സമയത്ത് എടുത്താൽ മതി. അപ്പോൾ ബിരിയാണി വിളമ്പാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് ഞാൻ മറ്റൊരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ പാത്രത്തിലാണ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. ഈ ഒരു പാത്രത്തിൽ നമുക്ക് അതിനുള്ള സ്പേസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സെർവ് ചെയ്യാൻ പോകുന്ന ഒരു ബൗളിനകത്തോട്ടാണ് ഞാനിപ്പോൾ ബിരിയാണി ചേർത്ത് കൊടുക്കുന്നത്. മുകളിൽ നിന്നുള്ള ചോറും ആ സെൻറ്ററിലത്തെ ചിക്കനും എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു പാത്രത്തിലാണ് സേവ് ചെയ്യാൻ പോകുന്ന ഒരു പാത്രത്തിലാണ് ഈ ഒരു കയ്യിൽ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വലിയൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ട് അതങ്ങ് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. മിക്സിംഗ് ആണ് മെയിനായിട്ട് വരുന്നത്. കാരണം നമ്മുടെ ചോറിനകത്ത് പ്രത്യേകതകളൊന്നുമില്ല. ചിക്കൻ മസാലയിലാണ് എല്ലാ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ബിരിയാണി ചോറിലും ആ ഒരു ടേസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് ഇതിലും നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.